ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. മലയാളി പരിശീലകനായ ടി.ജി. പുരുഷോത്തമൻ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം യാത്ര ആരംഭിച്ചിട്ട് ഇപ്പോൾ കൃത്യം 4 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 2021 ഫെബ്രുവരി 6-ാം തീയതിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ടി.ജി. പുരുഷോത്തമനെ പരിശീലകനായിക്കൊണ്ട് നിയമിച്ചത്. റിസർവ് ടീമിന്റെ പരിശീലകനായിക്കൊണ്ടാണ് അദ്ദേഹം വന്നത്. പിന്നീട് സീനിയർ ടീമിന്റെ അസിസ്റ്റന്റ് പരിശീലകരിൽ ഒരാളായി മാറാൻ ടി.ജി. പുരുഷോത്തമന് സാധിക്കുകയായിരുന്നു. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇടക്കാല പരിശീലകൻ അദ്ദേഹമാണ്. അദ്ദേഹവും തോമസും ചേർന്നുകൊണ്ടാണ് ക്ലബിനെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മികച്ച പ്രകടനം അദ്ദേഹത്തിന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുണ്ട്. ആകെ 7 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 4 മത്സരങ്ങളിലും വിജയം നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. 2 തോൽവികളും ഒരു സമനിലയും വഴങ്ങി എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയെ ടി.ജി. പുരുഷോത്തമന് കീഴിൽ പരാജയപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു. വലിയ പ്രശംസകൾ ഇപ്പോൾ ഈ ഒരു പരിശീലകന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിശീലകനെ ദീർഘകാലത്തേക്ക് നിലനിർത്താൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് മികച്ച ഒരു കോൺട്രാക്ട്, ലോങ് ടേമിലേക്കുള്ള ഒരു കോൺട്രാക്ട് ടി.ജി. പുരുഷോത്തമന് നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ടി.ജി.പിയെ കൈവിടാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നില്ല, പകരം ദീർഘകാലത്തേക്ക് അദ്ദേഹത്തെ ക്ലബിൽ നിലനിർത്തുക, അതിനുവേണ്ടി ഒരു മികച്ച കോൺട്രാക്ട് നൽകുക എന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നത്. ഏതായാലും ടി.ജി.പി കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ടാണ്. അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. മിഖേൽ സ്റ്റാറെ പോയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അതിന്റെ ക്രെഡിറ്റ് ടി.ജി.പിക്കും അതുപോലെ തന്നെ തോമസിനുമാണ് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ 2 പരിശീലകരെയും ദീർഘകാലത്തേക്ക് നിലനിർത്തണം എന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആവശ്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.